ഷാലോസ് മ്യൂസിക്കൽ റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഷാലി സിജി. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു കോംബോ ഇൻഡോറിലേക്കൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു കോംബോയാണ് കേട്ടോ ഉള്ളത്. അതുകൂടാതെ പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നല്ലൊരു അടിപൊളി ഇക്സോറ പ്ലാന്റ് ചെത്തിയുടെ രണ്ട് കളറായിട്ട് മിക്സ് ചെയ്ത് വരുന്ന ഒരു ചെടി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേർക്ക് ആവശ്യമായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ ഒരു മണിക്കൂറുകൾക്കകം അതിൻ്റെ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പുതിയത് കൊണ്ടുവരാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അഡീനിയം നമുക്ക് കുറച്ച് കാറ്റലോഗിൽ ഉണ്ട്. അത് നിങ്ങൾ നോക്കിക്കോളൂ. 350 പ്ലാന്റ്. അതുകൂടാതെ 750 കോംബോ, 750ക്ക് 3 പ്ലാന്റ് ഉള്ള കോംബോ 3 കളറുകളായിരിക്കും. അപ്പോൾ അതും അവൈലബിൾ ആണ്. അത് നമ്മൾ കാറ്റലോഗിൽ കൊടുത്തിട്ടില്ല, കാരണം നമുക്ക് അധികം സ്റ്റോക്ക് ഇല്ല. അപ്പോൾ താല്പര്യമുള്ളൊരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോ തരാം കേട്ടോ. ഒത്തിരി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ വീഡിയോയിൽ കാണിക്കുകയോ അല്ലെങ്കിൽ കാറ്റലോഗിൽ കൊടുക്കുകയോ ചെയ്യുമ്പോൾ ഒത്തിരി എൻക്വയറി വരും. അപ്പോൾ അത്രയ്ക്കുള്ളതില്ല, നിസ്സാര പേർക്ക് കൊടുക്കാനുള്ളതുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇത് വീഡിയോയിൽ ഇത്രയും മാത്രമായിട്ട് പറയുന്നത്. താല്പര്യമുള്ള ഒരു ഫോട്ടോ ചോദിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പ്ലാന്റ്സുകൾ കണ്ടുപോകാം. അപ്പോൾ ആദ്യം തന്നെ പോത്തോസ്. കുറച്ച് നാളുകളായിട്ട് പോത്തോസ് സ്റ്റോക്കിൽ വരുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ എൻജോയ് പോത്തോസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻജോയ് പോത്തോസ് ഇപ്പോഴും സ്റ്റോക്കിലുണ്ട് കേട്ടോ. പിന്നെ നിയോൺ പോത്തോസ് ഈ ഒരു സൈസിലുള്ള പോട്ടാണ് വന്നേക്കുന്നത്. നിയോൺ ഒത്തിരി പേർക്ക് ഇൻഡോറിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോത്തോസ് ചോദിക്കുന്നവരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നല്ല തിക്കായിട്ട് സാധാരണ കിട്ടാറില്ലല്ലോ. അപ്പോൾ അതിപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ ചൂസ് ചെയ്യാം കേട്ടോ. ഇത് നമ്മുടെ മഞ്ജുള പോത്തോസ് ആണ്. മഞ്ജുളയൊക്കെ എപ്പോഴും വരുന്നതല്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ നമുക്ക് താല്പര്യമുള്ള സമയത്ത് നമ്മൾ വാങ്ങിക്കാൻ നോക്കുന്ന സമയത്ത് ചിലപ്പോൾ കിട്ടണമെന്നില്ല. അപ്പോൾ താല്പര്യമുള്ളവർ ആവശ്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നേരത്തെ വാങ്ങിച്ച് സെറ്റ് ചെയ്തോളൂ കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പ്ലാന്റുകൾ വരുന്നത്. പിന്നെ മോൺസ്റ്റേറ ഡെലൂസിയോസ നമ്മൾ വലിയ പ്ലാന്റുകൾ കൊണ്ടുവരാറുണ്ട്. ഷൂട്ടുകൾ കൂടുതലുള്ളത് കൊണ്ടുവരാറുണ്ട്. ഇപ്പം നമുക്ക് വന്നേക്കുന്നത് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, ചെറിയ പ്ലാന്റുകൾ കൊണ്ടുവരാമോ, റേറ്റ് കൂടുതലാകുമ്പോൾ വാങ്ങിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് കുറച്ച് നമ്മളുടെ മോൺസ്റ്റേറ ഡെലൂസിയോസ കൊണ്ടുവന്നിട്ടുണ്ട്. ഇങ്ങനെ ഇതിൻ്റെ ഇതൊന്നും വന്നിട്ടില്ല കേട്ടോ. ഈ ഇലകൾ ഈ ഒരു പരുവത്തിലാണ്. ഇനി നെക്സ്റ്റ് ഇല വരുമ്പോഴായിരിക്കും അതിൻ്റെ ആ ഭംഗി നല്ല റൗണ്ട് ഷേപ്പിലൊക്കെ വരിക കേട്ടോ. ഹോളുകളൊക്കെ വരിക. ഈ ഒരു പരുവത്തിലായിരിക്കും കേട്ടോ പ്ലാന്റ്. ഇപ്പോൾ ഇതിൻ്റെ പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഇത് കൊക്കോപീറ്റിലും ഒരു മണ്ണും കൂടി ചേർന്നിട്ടുള്ള ഇതിലാണ് വരുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഇതിങ്ങനെ സ്റ്റിക്കുമ്പോൾ കയറുന്ന പ്ലാന്റ് ആണല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറച്ച് ഇതിലൊക്കെ ഉണ്ടാവും കേട്ടോ. ഒരു പ്രശ്നമുള്ള അതല്ല, അതൊരു പോട്ടിൽ വെച്ചിട്ട് അതിലേക്ക് ഇറക്കി വെച്ചേക്കുവാണ്. അപ്പോൾ ചെറിയൊരു ഇങ്ങനെ താങ്ങ് കൊടുക്കേണ്ട ഒരു ടെൻഡൻസി ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു ആട്ടം ഉണ്ടാവുന്നത്. പിന്നെ നമുക്ക് സാൻസവേരിയയുടെ കോംബോ നമ്മൾ 2 ആഴ്ച മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സാൻസവേരിയയുടെ സ്റ്റോക്ക് ഉള്ളത് ഈ ഒരു പ്ലാന്റ് മാത്രമാണ്. ബ്ലാക്ക് ജാക്ക് അല്ലെങ്കിൽ ബ്ലാക്ക് ഗോൾഡ് എന്നൊക്കെ പറയുന്ന വെറൈറ്റികളാണ്. ഇപ്പോൾ നമ്മൾ ഈ ബ്ലാക്ക് ജാക്ക് ബ്ലാക്ക് ഗോൾഡ് എന്നൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ പേരുകൾ വ്യത്യാസം വരും കേട്ടോ. നമുക്ക് വരുന്ന പേരുകളാണ് നമ്മൾ പറയുന്നത്. ചില നഴ്സുകളിൽ വേറെ പേരുകൾ ഉണ്ടാവും കേട്ടോ. പ്രൊപ്പഗേഷൻ ചെയ്യുന്ന നഴ്സുകളിൽ അവർ വേറെ പേരുകളൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. നമ്മൾ പറയുന്ന പേര് ഇതാണ്. ഇത് ബോർഡർ ഒരു യെല്ലോ ഷെയ്ഡായിട്ട് നടുക്ക് പച്ചയായിട്ട് വരുന്നത് കേട്ടോ. പിന്നെ ഉള്ളത് മൂൺഷൈൻ. ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഈ ഒരു ഇതുള്ള പ്ലാന്റുകളാണ് വന്നേക്കുന്നത്. ഇങ്ങനെ ഇത്ര സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ളത് ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആണ്. പിന്നെ ഡിഫൻബാക്കിയ വെറൈറ്റി ഇതിൻ്റെ പേര് മറന്നു. കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ കറക്റ്റായിട്ട് പേര്. ഇങ്ങനെ. പിന്നെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, ഇതിപ്പോൾ റേറ്റ് പറയാൻ പാടില്ല എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് എല്ലാ പ്ലാന്റുകളുടെ പേര് ഇത്രയും പ്ലാന്റുകൾ കാണിക്കുമ്പോൾ റേറ്റ് ഓർമ്മയിൽ വെക്കണം എന്നില്ലല്ലോ. അപ്പം ഇനി ഒരു തെറ്റ് വരുന്നുണ്ടല്ലോ. അപ്പം എല്ലാവർക്കും കാണാൻ പാകത്തിന് കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കാറ്റലോഗ് എടുക്കാൻ പറ്റുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കാറ്റലോഗ് തരാൻ പറഞ്ഞിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഫോട്ടോകൾ നമ്മൾ ആരും ഒളിച്ചു വെക്കുന്നു ഒന്നുമില്ല കേട്ടോ. കുറേ പേരുടെ കമൻറ്റുകൾ കാണുന്നുണ്ട്. എപ്പോഴും നമുക്ക് ഓർമ്മയിൽ വരില്ലല്ലോ പ്ലാന്റുകളുടെ റേറ്റ് ഒക്കെ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. പല സൈസും പല പോട്ടുകളൊക്കെ ആയിട്ട് ഓരോ പ്രാവശ്യങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഓർമ്മയിൽ നിൽക്കാത്തത് കൊണ്ട് തന്നെയാണ് കേട്ടോ. പിന്നെ ഹാങ്ങിങ് പ്ലാന്റ് വന്നിരിക്കുന്നത് ഇതാണ് നമ്മളുടെ ബ്രസീൽ. നമ്മുടെ ഫിലാഡൻഡ്രോൺ വെറൈറ്റിയാണ് കേട്ടോ. ബ്രസീൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ളതാണ് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ കാണിക്കുന്ന ഒരു പ്ലാന്റിനും പോട്ട് ഉണ്ടായിരിക്കില്ല കേട്ടോ പ്ലാന്റ് വിടുമ്പോൾ. പിന്നെ ഉള്ളത് CC ഡ്വാർഫ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്. ഇങ്ങനെ തിക്കായിട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള പ്ലാന്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് 270 ആണ്. അത് എൻ്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. ഇത് ഇങ്ങനെ കേട്ടോ. അത്രയും വലിയ പോട്ടിലായിരിക്കും. ഇനിയുള്ളത് CC ബ്ലാക്ക് ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും കേട്ടോ. ഇത് ചിലപ്പോൾ ഹൈറ്റ് ഡിഫറൻസുകളൊക്കെ വരും കേട്ടോ. ഇതിപ്പോൾ ഒരു സ്റ്റെം ഇത്രയും കയറി വന്നേക്കുന്നതാണ്. അപ്പോൾ ചിലപ്പോൾ ഹൈറ്റ് കുറഞ്ഞും എണ്ണം ഇങ്ങനെയൊക്കെ ആയിരിക്കുമെങ്കിലും ഹൈറ്റിൽ ചില ഡിഫറൻസുകൾ വരും കേട്ടോ. പ്ലാന്റുകളാണല്ലോ ചില ഡിഫറൻസുകൾ എന്തായാലും ഓരോരോ പോട്ടുകൾ തമ്മിലും വരുമല്ലോ.
പിന്നെ അഗ്ലോണിമ വെറൈറ്റി കാണിക്കാം. അഗ്ലോണിമ നമ്മുടെ റെഡ് പരാമ വന്നിരിക്കുന്നത് ഒരു പോട്ടിൽ 3 ഷൂട്ടുകളും 4 ഷൂട്ടുകളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. ഈ ഒരു പോട്ടിൽ 3 ഷൂട്ടാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് പ്ലാന്റ് വരുന്നത്. ഇതിന്റെ 2 ടൈപ്പിലാണ് കേട്ടോ വരുന്നത്. ഈ ഒരു സൈസിലും വരുന്നുണ്ട് കേട്ടോ. ഇത് നല്ല ഭംഗിയെ കാണാനായിട്ട് കേട്ടോ. ഇതിന്റെ ഇങ്ങനെ 2 സൈസിലായിട്ടാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ ഇതിൽ 3 ഷൂട്ട് തന്നെ ആയിരിക്കും കേട്ടോ. ഇങ്ങനെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി കളർ കയറി വരും കേട്ടോ. കൂടി വന്നോളും കളറ്. പിന്നെ നമ്മുടെ സ്റ്റാർ ഡസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, കളർ നന്നായിട്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. ഈ ഒരു ഇതിലുള്ള പ്ലാന്റ് ഇനി അധികം സ്റ്റോക്കിലില്ല, എങ്കിലും താല്പര്യമുള്ളവർ വേഗത്തിൽ തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ. പിന്നെ കോബ്ര എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ഒരു പോട്ടിൽ 2 എണ്ണം ആയിരിക്കും. ഇങ്ങനെയായിരിക്കും. നിങ്ങൾക്ക് തിരിച്ച് നടണമെങ്കിൽ നടാം. ഇപ്പം നല്ല ഡിമാൻഡുള്ള ഒരു വെറൈറ്റിയാണ്, പുതിയൊരു വെറൈറ്റി വന്നേക്കുന്നതാണ്. മാർക്കറ്റിൽ നല്ല വിലയുള്ള പ്ലാന്റ് കൂടെയാണ് കേട്ടോ. കോബ്ര എന്ന് പറഞ്ഞ ഒരു റൗണ്ട് ഷേപ്പിലാണ് ഇതിൻ്റെ ഇലകൾ വരിക. ഇങ്ങനെയാണ് വരിക കേട്ടോ. പിന്നെ ഇത് ബാത്തിക്, ഇത് റൂബി ബാത്തിക് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് വരിക. ഇതിൻ്റെ ഇങ്ങനെ ഒരു ഇതിൻ്റെ പാറ്റേൺ വരിക കേട്ടോ. ഒരു പച്ചയും ഒരു എന്താ പറയുക, ഒരു റോസും കൂടെ ചേർന്ന് വരുന്ന ഡോട്ടായിട്ട് വരുന്ന വെറൈറ്റിയാണ്. പിന്നെ തിക്കായിട്ട് തന്നെയൊക്കെ സെറ്റ് ചെയ്യാം. 3-4 ഷൂട്ടുകളൊക്കെ ആയിരിക്കും കേട്ടോ. 3-4 അല്ല, അതിൽ കൂടുതലൊക്കെ ഉണ്ട്. ഇങ്ങനെയായിരിക്കും കേട്ടോ പ്ലാന്റ് വരിക. പിന്നെ സൂപ്പർ വൈറ്റ് ഇങ്ങനെ ഒരു പോട്ടിൽ 2 എണ്ണം ആയിരിക്കും വരിക. ഇങ്ങനെയാണ് കേട്ടോ വരിക. നിങ്ങൾക്ക് മാറ്റി നടണമെങ്കിൽ അങ്ങനെ ചെയ്യാം, നല്ല ഭംഗിയിൽ. ഈ കളറൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് നല്ല ഇത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ നഴ്സറിയിൽ ഇരിക്കുമ്പോൾ കുറച്ച് കളറുകൾക്ക് വ്യത്യാസം വരുമല്ലോ, ചൂടുകൾക്ക്. നമ്മുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് അടുത്ത് റിപ്പോർട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നല്ല കളറിലേക്ക് വന്നോളൂ കേട്ടോ. ഇപ്പോൾ ഒരു പച്ച കളർ കൂടി വരുന്നുണ്ട്. പിന്നെ ഹാങ്ങിങ് പ്ലാന്റ് ഇതാണ് നമ്മുടെ ഫൈക്കസ് വെറൈറ്റി പ്യൂമുല. ഇതിപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇങ്ങനെ ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ളത്. ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ടേബിളിലൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിന്, ബാൽക്കണിയിലൊക്കെ സെറ്റ് ചെയ്യാൻ പാകത്തിന്, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് മരത്തിൻ്റെ ചോട്ടിലൊക്കെ ഇങ്ങനെ പൊക്കി വെക്കാൻ പാകത്തിനൊക്കെ അങ്ങനെയൊക്കെ എന്തെങ്കിലും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ബില്ലറ്റ്, ഫിലാഡോണ്ടൻ വെറൈറ്റി ബില്ലറ്റ് ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇങ്ങനെ നീളത്തിലാണ് ഇല വരിക. നല്ല ഭംഗിയിൽ നമുക്ക് വളർത്താൻ പറ്റുന്നതാണ്. അധികം കെയറിംഗ് ഒന്നും ആവശ്യമില്ലാത്തതാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു പോട്ടിൽ ചെറുതാക്കിയായിട്ട് 3 ഇതായിട്ടാണ് കാണുന്നത് കേട്ടോ. 3-4 ആയിട്ടാണ് കാണുന്നത്. 3-4 അങ്ങനെ ആയിരിക്കും കേട്ടോ. പിന്നെ ഉള്ളത് നമ്മുടെ ഫെലനോപ്സിസ് വെറൈറ്റി, ഓർക്കിഡിൻ്റെ ഫെലനോപ്സിസ് വെറൈറ്റി. ഇങ്ങനെയുള്ള പൂവായിട്ടുള്ളത്. ഇത് വേരിഗേറ്റഡ് വെറൈറ്റിയാണ്. ഇലകൾക്ക് ഇങ്ങനെ വേരിഗേഷനൊക്കെ വന്നിട്ട് നല്ല ഭംഗിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പാകത്തിനുള്ളതാണ്. ഇങ്ങനെയുള്ള പോട്ടിലായിരിക്കും കേട്ടോ വരുന്നത്. നമ്മൾ ഈ പോട്ട് സഹിതമായിരിക്കും വിടുക. ഇത് നന്നായിട്ട് കവർ ചെയ്തിട്ട് അങ്ങനെയായിരിക്കും വിടുക കേട്ടോ. ഡിസ്പോസിബിൾ പോട്ടാണേ, അങ്ങനെ നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന പോട്ടല്ല കേട്ടോ. ഇനി നമ്മുടെ കോംബോയിലേക്ക് പോകാം. 3 പ്ലാന്റാണ് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് റബ്ബർ പ്ലാന്റിൻ്റെ കോംബോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ റേറ്റിൽ തന്നെ അത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഇപ്പോൾ ഈ കോംബോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അന്ന് വാങ്ങിച്ചേക്കണവർ നോക്കി മാത്രം ഓർഡർ ചെയ്യാം കേട്ടോ. ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഈ പ്ലാന്റ് ആ കോംബോയിൽ ഉണ്ടായിരുന്നതായിരുന്നേ. ഒരു ക്രീമും പച്ചയും കൂടെ ചേർന്നിട്ട് വരുന്ന ഈ ഒരു പ്ലാന്റാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ റബ്ബർ പ്ലാന്റ് ഒക്കെ ഇൻഡോറിൽ സെറ്റ് ചെയ്യാം കേട്ടോ. പക്ഷേ ഇൻഡോറിൽ എപ്പോഴും ഏത് പ്ലാന്റ്, ഞാൻ ഇൻഡോർ പ്ലാന്റ് എന്ന് നമ്മൾ പറഞ്ഞാലും ഇൻഡോർ പ്ലാന്റ് ഏത് പ്ലാന്റ് സെറ്റ് ചെയ്യുകയാണെങ്കിലും വെളിച്ചവും വായുവും ഒക്കെ ഉള്ള സ്ഥലത്ത് വെച്ചില്ലെങ്കിൽ പ്ലാന്റുകൾ ചീത്തയാവും, ഉറപ്പായിട്ടും ചീത്തയാവും. അത് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയല്ല, എവിടെ നിന്ന് വാങ്ങിച്ചാലും നമ്മൾ അങ്ങനെ വെളിച്ചമൊക്കെ കുറവുള്ള സ്ഥലത്താണ് വാതിലൊക്കെ അടച്ചിട്ടിട്ട് നാളുകളൊക്കെ പുറത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ പ്ലാന്റ് ഉറപ്പായിട്ടും ചീത്തയാവും. അപ്പോൾ അതുപോലെയുള്ള സ്ഥലത്ത് മാത്രം സെറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ പുറത്തേക്കോ ടൂറിനൊക്കെ, ഇപ്പോൾ വെക്കേഷനൊക്കെയാണ് ടൂറൊക്കെ പോവുകയാണെങ്കിൽ പ്ലാന്റുകളെല്ലാം പുറത്തേക്ക് എടുത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് ഇതാണ്. പുറത്ത് വെക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് പ്രശ്നമില്ല, എയർ സർക്കുലേഷനൊക്കെ ഉള്ള സ്ഥലമായിരിക്കുമല്ലോ. അകത്ത് വെക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ്. നല്ല ഭംഗിയായിട്ട് ബർഗഡി കളറിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ബർഗഡി നമ്മൾ ഈ കളറ് ഇങ്ങനത്തെ പ്ലാന്റ് നമ്മൾ പല ടൈപ്പ് കൊണ്ടുവരാറുണ്ട്, പല വലിപ്പത്തിലുള്ളത് കൊണ്ടുവരാറുണ്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് നാൾ മുമ്പ് കൊണ്ടുവന്ന് 4-5 ഇങ്ങനെ സ്റ്റെമ്മൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഈ പ്ലാന്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ്, നല്ല കളറാണ് കേട്ടോ. ഇങ്ങനെ നല്ല കളറിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പാകത്തിനുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള പ്ലാന്റ്. കൊക്കോപീറ്റിലാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് കേട്ടോ. ആദ്യത്തെ പ്ലാന്റ് വന്നതൊക്കെ മണ്ണിലാണ്. മണ്ണ് മാറ്റിയിട്ട് അടിയിലൊരു ജിഫി ബാഗ് ഉണ്ട്, ആ ബാഗ് സഹിതമായിരിക്കും നമ്മൾ വിടുക. അപ്പോൾ പ്ലാന്റിനൊരു ഡാമേജും വരില്ല. മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് കുറച്ച് കോസ്റ്റ്ലിയും കൂടി ആയിട്ടുള്ള പ്ലാന്റാണ്.
യെല്ലോയും പച്ചയും കൂടെ ഒക്കെ ചേർന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ. അതെ, ഈ ഒരു സൈസ് ആയിരിക്കും പ്ലാന്റ് ഉണ്ടായിരിക്കുക. ഇതും മണ്ണിലാണ് വന്നേ, അപ്പോൾ മണ്ണ് മാറ്റിയിട്ടായിരിക്കും നമ്മൾ വിടുക കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെയാണ് 3 പ്ലാന്റുകൾ വരിക. ഇങ്ങനെ ഇൻഡോറിലേക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യാൻ പാകത്തിന്. പിന്നെ ഈ പ്ലാന്റുകളൊക്കെ ഇത് നല്ല ഇൻഡോറിലേക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഈ വെറൈറ്റി. അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തികം അനുവദിക്കുകയാണെങ്കിൽ ഒരു പോട്ടിൽ 3 എണ്ണം അല്ലെങ്കിൽ 2 എണ്ണം ഒക്കെ സെറ്റ് ചെയ്തിട്ട് നല്ല വലിപ്പത്തിലാക്കി അകത്തേക്കൊക്കെ വെച്ച് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് 3 എണ്ണമാണ് ഈ കോംബോയിൽ നമ്മൾ ഇങ്ങനെ കൊടുക്കുക. ഈ 3 എണ്ണത്തിനും കൂടെ 650 ആണ്. നമ്മൾ ഇതിന് മുമ്പ് ഒരു റബ്ബർ പ്ലാന്റിൻ്റെ കോംബോ ചെയ്ത് അതേ റേറ്റ് തന്നെയാണ് കേട്ടോ, 650. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ ഓർഡർ ചെയ്തോളൂ. 650 പ്ലസ് കൊറിയറാണ് വരിക കേട്ടോ. അപ്പോൾ വേഗത്തിൽ തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ള. നമുക്ക് അടുത്ത ആഴ്ചയിൽ പുതിയ പ്ലാന്റുകളും പുതിയ വെറൈറ്റികളൊക്കെ ആയിട്ട് അടിപൊളിയാക്കാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.